കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജേർണലിസം ഒരു പഠന വിഷയമായി മാറിയിട്ട് 2 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഹയർ സെക്കൻഡറി മേഖലയിൽ മാധ്യമ പഠന വിഭാഗം ആരംഭിക്കുക എന്നതു തന്നെ നൂതനമായ ഒരാശയമായിരുന്നു. ഹയർ സെക്കൻഡറിയിൽ ജേർണലിസം പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു കൂട്ടായ്മ പിറന്നത് 2023 മെയ് 8-നാണ്. ഫ്രറ്റേണിറ്റി ഓഫ് മീഡിയ എഡ്യൂക്കേറ്റേഴ്സ് ഇൻ ഹയർ സെക്കൻഡറി അഥവാ ഫ്രെയിംസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടന 2023 കോഴിക്കോട് വെച്ചാണ് രൂപം കൊണ്ടത്. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഡോക്ടർ എസ് സിന്ധുവിനെയും പ്രസിഡന്റായി ഡോക്ടർ റോയ് തോമസിനെയും തിരഞ്ഞെടുത്തു. പിന്നിട്ട ഒരു വർഷക്കാലം സംഘടനയെ സംബന്ധിച്ച് പ്രവർത്തന നിരതമായ ഒരു കാലഘട്ടമായിരുന്നു. ഫ്രെയിംസ് ഫ്രറ്റേണിറ്റി ഓഫ് മീഡിയ എഡ്യൂക്കേറ്റേഴ്സ് ഇൻ ഹയർ സെക്കൻഡറി. ഹയർ സെക്കൻഡറിയിലെ ജേർണലിസം അധ്യാപകരുടെ കൂട്ടായ്മയാണിത്. 2023 ഈ സംഘടന പിറവിയെടുക്കുന്നത്. മാധ്യമപ്രവർത്തന രംഗത്തും അധ്യാപന രംഗത്തും പ്രഗത്ഭരായ ഒരു കൂട്ടം വ്യക്തികളാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഇലക്ട്രോണിക് മീഡിയ ഒന്നാകെ തന്നെ ഡിജിറ്റൽ മേഖല സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യവുമാണിത്. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ മേഖലയിൽ അവർ വളരെയധികം പ്രാഗൽഭ്യം തനിയെ നേടിയെടുക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളെ നാളേക്ക് അനുഗുണമായ രീതിയിൽ മികച്ച മാധ്യമ പ്രവർത്തകരായി വാർത്തെടുക്കുക എന്ന കർമ്മമാണ് അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ മികച്ച മാധ്യമ സാക്ഷരത കൂടി അവരിൽ കൈവരുത്തുക എന്നതാണ് നമ്മുടെ സംഘടന ലക്ഷ്യമിടുന്നത്. അതുമാത്രമല്ല, ഈ മേഖലയിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ പോരായ്മകളുണ്ട്, അവയൊക്കെ സർക്കാരിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും പറയുന്നതിനും അത് പരിഹരിക്കുന്നതിന് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിനും കൂടി ഫ്രെയിംസ് ലക്ഷ്യമിടുന്നു. പ്രിയപ്പെട്ട സംഘടനാ ഭാരവാഹികളെ, അംഗങ്ങളെ, ജേർണലിസം അധ്യാപകരുടെ സംഘടനയായ ഫ്രെയിംസിൻ്റെ 2ാമത്തെ വാർഷികമാണ് ഈ മാസം 19-ാം തീയതി ഞായറാഴ്ച സമുചിതമായ രീതിയിൽ ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഫ്രെയിംസ് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. ഈ യൂട്യൂബ് ചാനൽ സാർത്ഥകമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. ഒപ്പം ഈ സമ്മേളനത്തിന് എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേരുന്നു. ഹയർ സെക്കൻഡറി ജേർണലിസം പഠന വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുക എന്ന കർത്തവ്യമാണ് സംഘടനയുടെ സാരഥികൾ നിർവഹിച്ചു പോകുന്നത്. അക്കാഡമിക്, നോൺ അക്കാഡമിക് വിഷയങ്ങളിൽ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങളിൽ സംഘടന നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നു. ഇതിനോടകം തന്നെ ജേർണലിസം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും അധ്യാപകരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലും ഫ്രെയിംസ് ഒരു പരിഹാര വേദി എന്ന നിലയിൽ പ്രവർത്തിക്കുകയുണ്ടായി. 2024 മെയ് 19-നാണ് സംഘടനയുടെ 2ാം സംസ്ഥാന സമ്മേളനം തിരൂരിൽ വെച്ച് ചേരുന്നത്. ഈ സമ്മേളനത്തോടുകൂടി സംഘടന കൂടുതൽ കരുത്താർജിക്കാൻ വേണ്ടി പോകുകയാണ്. അധ്യാപകരുടെ വിഷയങ്ങളിലും വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങളിലും പൊതുവിഷയങ്ങളിലും നിരന്തരം ഇടപെട്ടുകൊണ്ട് ഫ്രെയിംസ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റത്തിൻ്റെ ശബ്ദമായി തുടരുകയാണ്.